Welcome to LISHAS. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു ഹോട്ടലിന്റെ മുമ്പിലാണ്. അതാണ് ഇത്ര എനർജി. ഒരു റെസ്റ്റോറന്റിന്റെ മുമ്പിലാണ്. അപ്പോൾ അത് റിവ്യൂ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. വെയിലുണ്ട്, അതുകൊണ്ടാണ് ക്രിസ്മസിന് തൊപ്പിയൊക്കെ വെച്ചപ്പോൾ അതോട് എടുത്ത് വെച്ചു. അപ്പോൾ സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖോഫർഖാൻ സഫീർ സെന്ററിന്റെ തൊട്ടടുത്തായിട്ടാണ് ഓപ്പോസിറ്റ് ഈ റെസ്റ്റോറന്റ് സിറ്റുവേറ്റ്. താജ് അൽ മദീന റെസ്റ്റോറന്റിൽ കയറാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ ഇവിടെ മുന്നേ വന്നിട്ടില്ല, അപ്പോൾ എന്തായാലും ഒരു ജെന്യൂൻ റിവ്യൂ ആയിരിക്കും. നമുക്ക് നോക്കാം. So without any further, let's get into the video. ഹോട്ടലിൽ മെയിൻലി അവര് ബേസ് ചെയ്തിരിക്കുന്നത് ഗുജറാത്തി രാജസ്ഥാനി സ്റ്റൈലിലുള്ള ഇന്റീരിയർ ഡിസൈൻസ് ആണ്. നിങ്ങൾക്ക് ബാക്കിൽ കാണാം. അപ്പോൾ ഇവിടെ ഫുൾ ആർട്സ് ആണ്. ഇവിടുത്തെ ലൈറ്റ്സ് ആയാലും എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പെണ്ണിനെയാണ്. അടിപൊളിയായിട്ട്. അപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. Just like a spark that's breaking out, can't make a stop, can't turn back now. We know that there's no room for doubt. No, we can't turn back now. I see danger in your eyes. They know we'll burn down the night. Coming just like the sunrise. You know that we gonna light it up tonight. We gonna light it up, babe. Tonight we gonna light it up just like the sunrise. We gonna light it up now. അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഈ റെസ്റ്റോറന്റിന്റെ മാനേജറാണ്. ഹായ്, ഒന്ന് പരിചയപ്പെടാം. What's your name? My name is Ivan. And you're from? I'm from Philippines. Okay, he's from Philippines and his name is Giovanni. അടിപൊളി പേരാണ്. Okay, so let's ask him some questions about this restaurant. So when this restaurant was started? It was started at the year of 1998. Okay, And 1998. the new management only last year started. Okay, the new management started at last year, and this restaurant began since 1998. And what is the special foods that are available here? Of course, our specialty is the authentic Indian cuisine. Indian cuisine. Non-veg and vegetarian. Okay. Okay, how much does that cost? It's average. Average. Okay, അപ്പോൾ നമ്മൾ ആളെ പരിചയപ്പെട്ടു. Any chefs from which He's an Indian from Calcutta. His name is Chef Asaudin. Okay. He started also from way back as a chef. So it has a long history. Long history. It's a wide history of UAE. We belong in the history of UAE. Thank you so much. You're welcome. അപ്പോൾ നമ്മളുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഹിസ്റ്ററി ഒക്കെ അറിഞ്ഞു. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഒരു ചെറിയൊരു ഷോട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. So let's go into the kitchen. Just like the street lights lit this town, like a fire in a blaze, gotta burn it down. Can't be afraid to. This department, this area is an Indian department. We cook the biryani, all the masalas of Indian food, like vegetarian and non-veg. And this department is the Chinese department. Okay. You have noodles, fried rice, sizzler, whatever you want in Chinese, you can bring it. And the tandoori or the charcoal department. And we are making the naan, roti paratha, and the barbecues, like kebabs. Oh, okay. I will introduce the chef of Taj Al Madeena restaurant, Chef Asaudin. Oh, hi, Asaudin. ഇവിടെയാണ് ഇരിക്കാൻ പോകുന്നത്. ഇത് ഫാമിലി റൂമാണ്.
ആദ്യം ഞങ്ങൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് പപ്പടമാണ്. ഇത് ഒരു ചട്നിയും ഒരു അച്ചാറും വന്നിട്ടുണ്ട്. പപ്പടം ഞങ്ങൾക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടം. ചട്നി സൂപ്പർ. ഗ്രീൻ ചില്ലിയിൽ ചട്നി. ബിരിയാണി ബിരിയാണി പുതിയ സ്റ്റൈലൊക്കെയാണ് വന്നിരിക്കുന്നത്. ആദ്യം ദമ്പ് ദമ്പ് ഡമ്പല്ല ഡമ്പ് ഇത് വെജിറ്റബിളും ഇത് എഗ്ഗാണ്. 2 എഗ്ഗാണ്. അയ്യോ സോറി 2 എഗ്ഗാണ്. ബിരിയാണി കഴിക്കണ്ടേ? ഓക്കെ ഞങ്ങൾക്ക് ഈ സ്പൂണും ഫോക്കും നൈഫും ഒന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങള് ഇത് വെച്ചൊക്കെ കഴിക്കുള്ളൂ. ഡോണ്ട് മൈൻഡ് ഇറ്റ്. ഓക്കെ കറക്റ്റ് സമയത്ത് തന്നെ നോമ്പും വന്നു. അതുകൊണ്ട് ചിക്കൻ ഒന്നും ഓർഡർ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് മുട്ടയ്ക്ക് നോമ്പില്ലാത്ത കാരണം എഗ് ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഓക്കെ ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലില് അതായത് മുഗ്ലായി സ്റ്റൈലിലുള്ള ഫുഡ്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ബിരിയാണി അടിപൊളി ടേസ്റ്റ്. ക്യാമറയുടെ പിന്നിൽ ഒരാളിരുന്ന് വെള്ളം ഇറക്കുന്നുണ്ട്. ഇതുവരെ തിന്നാനൊന്നും കിട്ടിയിട്ടില്ല. എന്താ പറയാ, നാരങ്ങ ലെമൺ സ്ക്വീസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പുളി രസമാണ്. അടിപൊളി. മസാലയും പൊളിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം അടിപൊളി. എനിക്ക് കാണിച്ചു തരാം. ഇതിന്റെ ക്യാമറ കൊണ്ടുകൊണ്ടൊരു. അപ്പൊ ഇതാണ് ബിരിയാണി. സൂപ്പർ. ഇത് ടേസ്റ്റ് അറിയണമെങ്കിൽ ഇത് വെച്ചിട്ടൊന്നും കാര്യമില്ല. പെട്ടെന്ന് തീരൂല. ഇത് നമ്മുടെ കൈ തന്നെ ആയുധം. Holy man. ശരിക്കും സൂപ്പർ. ജെന്യൂനായിട്ട് അടിപൊളി. ഭയങ്കര ഇഷ്ടം. സാധാരണ എല്ലാവർക്കും ഇഷ്ടമാകുന്ന കറി എനിക്ക് ഇഷ്ടമാകാറില്ല. പക്ഷെ ഇതെനിക്ക് 100%. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ പൊറോട്ട മേടിച്ചിട്ടുണ്ട്, തന്തൂരി പൊറോട്ട. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ദാൽ ഫ്രൈ, അത് പ്രത്യേക പാത്രത്തിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ദാൽ ഫ്രൈ ആണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. പൊറോട്ട നല്ല സോഫ്റ്റ് ഉണ്ട്. നമുക്ക് കഴിച്ചോണം. പക്ഷേ പൊറോട്ട സൂപ്പറാണ്. പക്ഷേ ദാൽ ഫ്രൈയും ഞാൻ വിചാരിച്ചത്ര ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. എന്തോ ഉപ്പ് കുറവുണ്ടോ എന്ന് സംശയമുണ്ട്. എന്നാലും ബാക്കി പൊറോട്ട നല്ല സൂപ്പർ പൊറോട്ട, നല്ല നല്ല സോഫ്റ്റ് പൊറോട്ട, തന്തൂരി പൊറോട്ട. താങ്ക് യു പപ്പ. We can all share together. Sharing. അന്നില്ല ഞാൻ
അപ്പോൾ ഇതില് നമ്മുടെ അഭിപ്രായങ്ങൾ എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. താജ് അൽ മദീന റെസ്റ്റോറൻറ്റ്, ക്വാളിറ്റി ഓഫ് സർവീസ് എക്സലൻറ്റ്, ക്ലീൻനെസ് റെസ്റ്റോറൻറ്റ് എക്സലൻറ്റ്, ക്വാളിറ്റി ഓഫ് ഗുഡ്, ഫർണിഷ്ഡ് സ്റ്റാഫ് വെരി ഗുഡ്, സ്പീഡ് സർവീസ് ഗുഡ്, appearance staff excellent, restaurant design excellent. So super experience, food amazing. അവിടെ പേരെഴുതി by LISHAS 0504259458458. അപ്പം നമ്മൾ അഭിപ്രായം എഴുതി. ലിഷാസിൻ്റെ വക സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു, ഫുഡ് അമേസിങ് ആയിരുന്നു, പിന്നെ എല്ലാ സംഭവങ്ങളും ഇവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്കും മനസ്സിലാക്കാം ഈ റെസ്റ്റോറൻറ്റിൻ്റെ എന്താ പറയുക ക്വാളിറ്റി എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. ഇതിൽ റെസ്റ്റോറൻറ്റ് ഡിസൈൻ സൂപ്പർ ഡിസൈനാണ്. അപ്പോൾ സൂപ്പർ എക്സ്പീരിയൻസ്. ഇപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു, ബില്ല് വന്നു, അതിന്റെ കൂടെ നമുക്ക് കുറച്ച് വൈബ്സ് ഒക്കെ കിട്ടി. അപ്പൊ എല്ലാം ഇതാ കാലിയായി, യുദ്ധക്കളം തീർത്ത പോലെ. നല്ല ഫുഡായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. വെജിറ്റബിൾ മാത്രമേ കഴിക്കാൻ പറ്റില്ല, നോൺ വെജ് നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മള് വെജില് ട്രൈ ചെയ്തെല്ലാം അടിപൊളിയായിരുന്നു. നോൺ വെജ് എങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ വെജ് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തായിരിക്കും. അടിപൊളി ഫുഡാണ് ഇവിടുത്തെ. ഫുഡ് മാത്രമല്ല ഇവിടുത്തെ സെറ്റപ്പും എല്ലാം അടിപൊളിയാണ്. ഞങ്ങൾ റെസ്റ്റോറൻറ്റ് ഡിസൈൻസിൽ ഞങ്ങൾ 2 എക്സലന്റ് ടിക്സ് ആണ് കൊടുത്തത്. അത്രയ്ക്ക് അടിപൊളിയാണ്. നിങ്ങൾക്ക് ഫെസിലിറ്റീസ് എല്ലാം സൂപ്പറാണ്. എസ്പെഷ്യലി എനിക്ക് ഇഷ്ടപ്പെട്ടത് പൊറാട്ടയാണ്. പിന്നെ ബിരിയാണി അടിപൊളിയായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. ദാൽ കറി എനിക്ക് കുറച്ച് എന്താ പറയാ എന്തൊരു മിസ്സിങ് പോലെ തോന്നി. പക്ഷെ ഓൾമോസ്റ്റ് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഈ കുട്ടി എപ്പിസോഡ് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. സോ ജെന്നിഫർ and Dundi signing off from this episode of LISHAS. നിങ്ങൾ എല്ലാവരും ഇവിടെ വരണം, ഇവിടെ വന്ന് ഫുഡൊക്കെ ട്രൈ ചെയ്യണം. ഇത് ഖോർഫർഖാന്റെ അടുത്ത് സഫീർ സെന്റർ, ബീച്ചിന്റെ അടുത്തുള്ള സഫീർ സെന്ററിന്റെ അടുത്തുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള റെസ്റ്റോറന്റ് ആണ്. അടിപൊളി. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഖോർഫർഖാൻ ബീച്ചിലൊക്കെ വരികയാണെങ്കിൽ ഇവിടെ കയറിയിട്ട് പോവാം, അടിപൊളിയാണ്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് സബ്സ്ക്രൈബിന്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണോട് അമർത്താം. അപ്പൊ നമ്മൾ ഓരോരോ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. So Jennifer and Dundi signing off from this episode of LISHAS. Bye. എല്ലാവർക്കും Bye.